ഹായ്, ഇന്ന് ക്രിസ്മസ് ആയിട്ട് ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ആദ്യം മടിയായിരുന്നു, പിന്നെ ഇങ്ങനെ ഒരു മൂഡ് വന്നപ്പോൾ അങ്ങോട്ട് പെട്ടെന്ന് എടുത്തതാണ് കേട്ടോ. ഇന്ന് കുറച്ച് ലേറ്റായി എണീക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് നമുക്ക് ഇവിടെ ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ട് കേട്ടോ. ഒരു 9:15 ആകുമ്പോൾ നമുക്ക് വണ്ടി വരും, അപ്പോൾ പോകണം. അപ്പോൾ ഞാൻ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ എണീച്ചിട്ട് പെട്ടെന്നൊരു തട്ടിക്കൂട്ട് പുട്ടൊക്കെ ഉണ്ടാക്കി കേട്ടോ. പുട്ടിന് വലിയ കറിയൊന്നുമില്ല. ഇത് നമ്മുടെ ഇവിടുത്തെ കേരളത്തിലത്തെ ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, സാധനങ്ങൾ കിട്ടുന്നത്, അവിടുന്ന് മേടിച്ചാട്ട് എന്താ ചെമ്പാ പുട്ടുപൊടി. അതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ച് പഞ്ചസാരയും കൂട്ടിയിട്ട് അങ്ങോട്ട് കഴിച്ചു. അപ്പോൾ രാവിലെ വേറെ വലിയ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല, ലഞ്ചൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. കാരണം ഇനി നമുക്ക് അവിടെ പോയ ഫുഡ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ലഞ്ചൊന്നും ഉണ്ടാക്കാതെ പോയത്. പിന്നെ 9 മണിയാകുമ്പോഴേക്കും നമുക്ക് റെഡിയാവും വേണം. അതുകൊണ്ട് ഞാൻ വേഗം തട്ടിക്കൂട്ടി ഒരു പുട്ടൊക്കെ ഉണ്ടാക്കി വെച്ചു കേട്ടോ. ഇവിടെ ക്രിസ്മസ് സെലിബ്രേഷൻ പറയുമ്പം പിന്നെ എന്താ പരിപാടിയെന്ന് എനിക്കിവിടെ അറിയില്ല. ഞാൻ UP-യിലായിരുന്ന സമയത്ത് ക്രിസ്മസ് സെലിബ്രേഷൻ അവിടെ പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് തണുപ്പൊക്കെ ഉണ്ട്, നല്ല തണുപ്പൊന്നുമില്ല. ഇന്ന് ക്രിസ്മസിൻ്റെ അന്ന് വലിയ തണുപ്പൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് ക്രിസ്മസ് സെലിബ്രേഷന് പോകണമെന്ന് ഒരു മൂഡും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ പോയി തിരിച്ച് വന്നപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, പോയില്ലായിരുന്നെങ്കിൽ അത് വലിയൊരു നഷ്ടമായി പോയെന്ന് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി റെഡിയായി. ഉമേഷ് സ്കൂട്ടിയിലാണ് വരിക കേട്ടോ. നമ്മൾ പിന്നെ വണ്ടിയിൽ വരാൻ വിചാരിച്ചു, ഇവിടെ വണ്ടി വരുമല്ലോ വിളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളും അങ്ങോട്ട് പോയി. അവിടെ എത്തിയിട്ടോ. അവിടെ എത്തിയിട്ട് എന്താ, ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ കുറച്ച് ഫാമിലി മാത്രമേ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ 10-11 മണി ആയപ്പോഴേക്കും കുറേ പേര് വരാൻ തുടങ്ങി. 10-11 മണിയൊക്കെ ആയി എല്ലാവരും വന്ന് കേക്ക് കട്ട് ചെയ്യാനൊക്കെ കേട്ടോ. പിന്നെ അവിടെ കുറച്ച് എന്താ ഉണ്ടായിരുന്നു, കേക്ക് കട്ട് ചെയ്യുക, അങ്ങനെ ഓരോ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെയോ. അപ്പോൾ പിന്നെ നമ്മുടെ അവിടുത്തെ നമുക്ക് ഇവിടുത്തെ ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലത്തെ കേരള പൊറോട്ടയും ഇഡ്ഡലി സാമ്പാർ പിന്നെ കടല പിന്നെന്താ ഒരു പരിപ്പോട, അല്ല നമുക്ക് ഇഷ്ടമുള്ളത് മേടിക്കാം കേട്ടോ. പരിപ്പോട പിന്നെന്തായാലും ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഫുഡ്. എൻ്റെ കൂട്ടിന് ഇവിടെ കുറേ മലയാളികളൊന്നുമില്ല കേട്ടോ. എൻ്റെ കൂട്ടിന് മലയാളികളേ ഉണ്ടായിരുന്നില്ല. ഹിന്ദി, തെലുങ്ക്, തമിഴ് അങ്ങനെയായിരുന്നു കേട്ടോ. അതൊരു കണക്കിന് നല്ലതാണ്. നമ്മൾക്ക് കുറച്ച് തമിഴും ഹിന്ദിയൊക്കെ പഠിക്കാനൊരു ഇതാണ് കേട്ടോ. മലയാളികൾ കൂടെ ഇല്ലെങ്കിൽ അതെനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ഹിന്ദി അറിയില്ലെങ്കിലും ഞാൻ തപ്പി പിടിച്ച് എന്തെങ്കിലുമൊക്കെ പറയും. എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത് ഒരു ബിന്ദു എന്ന് പറഞ്ഞൊരു കൊച്ചാണ് കേട്ടോ. ആ കൊച്ചിന് അത്ര വലിയ വയസ്സൊന്നുമില്ല, 22 വയസ്സുള്ളൂ. എനിക്കാണ് വയസ്സ് 30-31 വയസ്സാവാറേ എനിക്ക് കേട്ടോ. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീടെത്തിയിട്ടോ. ഞാൻ കുറേ വീഡിയോസൊന്നും എടുത്തില്ല. ഇനി ചില വീഡിയോസൊന്നും നമുക്ക് അങ്ങനെ ഇടാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ എടുത്തില്ല കേട്ടോ. അവിടുത്തെ ഒന്നും ചെറുതായിട്ടൊക്കെ എടുത്തോളൂ. അങ്ങനെ വീട്ടിൽ വന്നിട്ട് ഇവിടെ ഫിൽറ്റർ വെക്കാനൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ റൂമിൽ പോയിരുന്ന് ഞങ്ങൾ കടലൊക്കെ ഇരുന്ന് തിന്നു. കുറച്ച് ചെറുതായിട്ടൊരു തണുപ്പൊക്കെ തോന്നി തുടങ്ങുന്നുണ്ട്. പിന്നെ നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഞാൻ തലേ ദിവസം നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്ത് വെച്ചു, തലേ ദിവസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ വോൾട്ടേജേ ഉണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ പ്ലം കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഭയങ്കര ടയേർഡായിരുന്നു. എന്നാലും ക്രിസ്മസ് ആയിട്ടൊരു കേക്ക് ഉണ്ടാക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കി കേട്ടോ. ഒരു കുറച്ച് കൂടുതൽ ഉണ്ടാക്കി, 3 കിലോ ഉണ്ടാവും. ഞാൻ വിചാരിച്ചു എൻ്റെ അടുത്തുള്ളവർക്കൊക്കെ ഒന്ന് കുറച്ച് കേക്ക് കൊടുക്കാമെന്ന് വെച്ചിട്ടാട്ടോ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയത്. പിന്നെ നമുക്കും കഴിക്കാമല്ലോ. കഴിച്ചാൽ പിന്നെ നമുക്ക് കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അല്ല ഞാൻ ഉണ്ടാക്കണം കൊണ്ട് പറയല്ല, ആരുണ്ടാക്കിയാലും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പക്ഷെ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കണം. അല്ലാതെ നമുക്ക് കുറച്ച് പണി കൂടുതലാണല്ലോ എന്നൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കില്ല കേട്ടോ. നമുക്ക് ഇതിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലാണ് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ തോന്നുള്ളൂ. പിന്നെ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള പാത്രങ്ങൾ ഉപയോഗിക്കുക. വെള്ളത്തിൻ്റെ എന്തെങ്കിലും ഒരു അംശം ഉണ്ടെങ്കിൽ പിന്നെ കേക്ക് അങ്ങനെ ഫ്ലോപ്പായി പോകും കേട്ടോ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാവും. കുറേ പേര് എൻ്റെ അടുത്ത് കുറേ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഞാൻ കേക്ക് ഉണ്ടാക്കിയിട്ട് റെഡിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെ ഡൗട്ട് ചോദിക്കുമ്പോഴൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. നമുക്ക് അറിയണ കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ കുറച്ച് നല്ലതല്ലേ, ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ. അല്ലാതെ ചിലവരൊന്നും പറഞ്ഞു കൊടുക്കില്ല, അതെനിക്കറിയാം. അവരുടെ ബിസിനസ് പോയാലോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. 2 കേക്ക് നന്നായി കിട്ടി എനിക്ക്. പക്ഷേ ഞാൻ ഓവൻ്റെ കുറച്ച് ഏറ്റവും അടിഭാഗത്ത് വെച്ച കേക്ക് ഈ പാത്രത്തിനാണെങ്കിൽ കുറച്ച് കട്ടിയും കുറവാണ് കേട്ടോ. അതുകൊണ്ടാണെന്നറിയില്ല, അടിഭാഗവും സൈഡും ഒക്കെ
കുറച്ച് കരിഞ്ഞു പോയിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞങ്ങൾ കരിഞ്ഞ കേക്ക് ഇന്ന് കട്ടിയൊന്നും വേണ്ട, ആയി നടുവെന്ന് ഇങ്ങനെ മാന്തി എടുത്ത് തിന്നാട്ടോ. അങ്ങനെ പറ്റുള്ളൂ. കട്ട് ചെയ്താലും അടിഭാഗം കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഞാനും നൈനും ഉമേഷും എല്ലാവരും കൂട്ടിയിട്ട് ക്രിസ്മസ് കേക്ക് ഞങ്ങൾ മാന്തി തിന്നു. അല്ലാതെ വേറെ നിവൃത്തിയില്ല. ബാക്കി 2 കേക്കും ഞാൻ വിചാരിച്ചു അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കാമെന്ന് കേട്ടോ. കരിഞ്ഞ കേക്കായാലും എന്താ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഉൾഭാഗത്തെ നമ്മുടെ കേക്കൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് തിന്നാൻ പറ്റിയിട്ടോ. സൈഡും അടിഭാഗം കുറച്ച് ഇങ്ങനെ കരിഞ്ഞു പോയി എന്നുള്ളൂ, അല്ലാതെ വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ കഴിച്ചു. പിന്നെ നമുക്ക് കേക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ബിരിയാണി കേട്ടോ ഇന്ന് ഉണ്ടാക്കിയതല്ല, കടയിൽ നിന്ന് മേടിച്ചതാട്ടോ. ഇവിടുത്തെ ബിരിയാണി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്, പക്ഷേ എരിവ് കൂടുതലല്ല ഇവിടുത്തെ ബിരിയാണിക്ക്. നല്ല എരിവാണ്, പിള്ളേർക്കൊക്കെ കഴിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. എരിഞ്ഞിരിഞ്ഞ് പണ്ടാറടങ്ങി പോകും. നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ചൂട് ബിരിയാണി കഴിച്ചു. പിന്നെ ഉമേഷിന് ബിരിയാണി വേണ്ടാത്തതുകൊണ്ട് ഞാൻ 2 ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. ഞാൻ ഈ മണി പ്ലാന്റ് മീഷോന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. 90 95 എത്ര രൂപയാണെന്ന് തോന്നുന്നത് കേട്ടോ. നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു ഇതിനെ വളർത്തി എടുത്തിട്ട് കുറേ കുപ്പികളിലാക്കിയിട്ട് അവിടെ വെക്കാമെന്ന്, നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് മേടിച്ചാൽ കേട്ടോ. പക്ഷേ ഇവിടെ ഏതോ ഒരു ഷോപ്പിൽ കിട്ടും ഇത്ര മണി പ്ലാന്റൊക്കെ, പക്ഷേ എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഓൺലൈനായി മേടിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ മീഷോന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹാളിൽ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മുടെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് 8 എണ്ണത്തിന് കേട്ടോ. എത്രയോ കുറഞ്ഞ റേറ്റ് എത്രയേ ഉള്ളൂ, പക്ഷെ കുഞ്ഞതാണ്, എല്ലാം കുഞ്ഞിതാട്ടോ. തീരെ നമ്മൾ ആ പിക്കിൽ കാണുന്ന പോലെയല്ല, തീരെ ചെറുതാണ് കേട്ടോ. പിന്നെ ലൗന്ന് എഴുതിയ ഒരു സംഭവം മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളെന്തോ ക്ലിപ്പ് ക്ലോത്ത് തുണിയിലിടാൻ വേണ്ടിയിട്ട് അത് മേടിച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ കണ്ടോ, ഇതാണ് ഈ തീരെ ചെറുതാണ് ഈ പ്ലാന്റ്, ആർട്ടിഫിഷ്യൽ പ്ലാന്റ്, പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അപ്പം തന്നെ പോയിട്ട് ആ ലൗന്ന് എഴുതിയ സംഭവമല്ലേ, അത് അപ്പം തന്നെ ഉമേഷ് പോയിട്ട് ആണിയൊക്കെ അടിച്ച് സെറ്റാക്കി കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്, നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു പരിപാടി ഇന്നത്തെ ക്രിസ്മസും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു കേട്ടോ. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ ക്രിസ്മസ് പരിപാടി. പോയില്ലായിരുന്നെങ്കിൽ അതൊരു വലിയ നഷ്ടമായി പോയെന്ന് എനിക്ക് തിരിച്ച് വന്നപ്പോൾ തോന്നിയിട്ടോ. ഞാൻ മടി പിടിച്ചാണ് പോയത്. ഞാൻ പിന്നെ ആ ലവിൻ്റെ അവിടെ ആർട്ടിഫിഷ്യൽ പ്ലാന്റൊക്കെ വെച്ച്, പിന്നെ നൈനുകുട്ടിയുടെയും ചെറുപ്പത്തിലത്തെ കുറച്ച് ഫോട്ടോസും ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വെച്ച് അടിപൊളിയാക്കി, നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശരി, ടാറ്റാ ബൈ ബൈ. ഇന്നത്തെ പരിപാടി കഴിഞ്ഞു, ഇനി പിന്നെ വരാം കേട്ടോ. അപ്പോൾ ശരി ട്ടാ.